ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു വൈബ് ഗൈസ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പരിപാടി എന്ന് വെച്ചാൽ ചെറിയൊരു പരിപാടി തന്നെയാണ് കേട്ടോ. നമ്മുടെ കുട്ടപ്പായുടെ മാമൂസിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലൂര് പള്ളിയിൽ വെച്ചിട്ടാണ് നടത്തണേ, എവിടെ നമ്മുടെ തൃശ്ശൂർ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എനിക്ക് സെറ്റ് ആവണുള്ളൂ. അതാണ് ഈ ബംഗാളി കോലം. അതായത് നമ്മളെ കുഞ്ചൂസ് ഇരുന്ന് മുടിയൊക്കെ കിട്ടുന്നുണ്ട്. ഒരാൾ കിടന്ന് ഉറങ്ങണ കാണിച്ചു തരാട്ടെ. ചള്ളക്ക് കിടന്ന് ഉറങ്ങാൻ പാവം. അപ്പൊ ലവനാണ് നമ്മുടെ ഇന്നത്തെ താരം. പാവം. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇപ്പൊ വിരല് വായില് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങണ കേട്ടോ. വിരല് കൂടി എന്നൊക്കെ പറയും. പക്ഷെ നമ്മള് എത്ര എടുത്താലും അത് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവും എന്നാണ് പറയണേ. അപ്പം നമ്മുടെ കുട്ടപ്പായനെ കുളിപ്പിക്കണം, ഒരുക്കണം. മാമൂസ് ചെക്കനാണ്. അപ്പൊ ബാക്കിയുള്ളവരനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ എളി ഉണ്ട് കേട്ടായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം എളി എവിടെയും ചോദിച്ചവർക്കുള്ള മറുപടി ആയിട്ടാണ് എളി ഇന്ന് വന്നേക്കുന്നത്. എളിക്ക് സാരൊക്കെ ഉണ്ട് കേട്ടോ. എളിക്കിട്ട് നോക്ക്. ഡിജോ ഇരിക്കുന്നുണ്ട്, ജെയിംസ് പേപ്പർ വായിക്കുന്നുണ്ട്. അർജന്റീനയുടെയും സ്വിറ്റ്സർലാൻഡിന്റെയും കളിയാണ് കേട്ടോ. ഗൈസ്, നമുക്ക് ഈ കൂതറ കോലൊക്കെ ഒന്ന് മാറി കുളിച്ച് സെറ്റ് ആയിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മള് കാലത്തൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ശരിയാ. അപ്പൊ നമ്മള് സാരി എടുക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടാ. ഞാനും സാരി ചേച്ചി സാരി. അപ്പൊ സാരി ഒക്കെ എടുത്ത് പിടിച്ചിട്ടിരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ സൗമേശ്വരുടെ അടുത്തേക്ക് പോണ കേട്ടാ. കഴിഞ്ഞൊന്നുമില്ല ഗൈസ്. നമ്മുടെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കണ ആശാനെ പോലെ ജെയിംസ് ചേട്ടൻ അവിടെ നിന്ന് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. റൈറ്റ് എടുക്കുക, ലെഫ്റ്റ് എടുക്കുക, ഹോൺ അടിക്കുക. ഇവർക്ക് മുടി സെറ്റ് ചെയ്യണം. ഇവർക്ക് എന്താ പറയാ, അന്തിരം മുട്ടിലാണ് പരിപാടി എന്ന് പറയണ മാതിരി. തുമ്പത്തെത്തുമ്പോഴും ഇവർക്ക് പരിപാടി സെറ്റ് ചെയ്യലും വടിക്കലും മുടി വെട്ടലൊക്കെ. ഓ അങ്ങനെ നമ്മുടെ സൗമ്യേച്ചിയുടെ സാമ്രാജ്യത്തിലോട്ട് വന്നേക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ സൗമ്യേച്ചിയുടെ സാമ്രാജ്യം. അപ്പോൾ അതേ അലങ്കോലായി കിടക്കാണ്, വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ എണ്ണി പറക്കാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എത്തണത് സൗമ്യേച്ചിയുടെ അടുത്തേക്ക്. അപ്പോൾ സൗമ്യേച്ചി നമ്മൾ വേണ്ട രീതിക്ക് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതേപോലെ സെറ്റാക്കി തരും. കണ്ട എന്നൊക്കെ നല്ല ഒതുക്കി സാരി കുട്ടിപ്പിച്ച് സുന്ദരിയാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ദേ അവിടെ നിന്ന് സാരി കൊടുത്ത് നമ്മൾ സെറ്റായി, കാണാൻ നല്ല രസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ ദേ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ട് അവിടെ നിന്ന് പോകണം. നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിതാണ് ഡ്രസ്സ്. ആക്ച്വലി ഇതല്ലായിരുന്നു, നമ്മളൊരു അനാർക്കലിയാണ് നോക്കി സെറ്റാക്കി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. പക്ഷെ അതാകെ കോളായി, പപ്പട പരിവായി. നമ്മള് പിള്ളേർ സെറ്റ് എടുത്തതിന്റെ പോലത്തെ ഒരു മോഡലാണ് മെറ്റീരിയൽ എടുത്തിരുന്നത്. അപ്പൊ അത് സ്റ്റിച്ചിങ്ങിന്റെ ഒരു പ്രശ്നം വന്ന് ആകെ പപ്പട പരിവായി. അപ്പൊ പിന്നെ നമ്മള് സാരി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചേച്ചി കൊടുത്ത തന്നെ മാച്ച് ആയിട്ട് പോകുന്ന രീതിക്കുള്ള എൻ്റെ രണ്ടാം തരം എടുത്ത് സെറ്റാക്കി. ലൈറ്റ് കളറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അവസാനം കളർഫുള്ളായി. അതങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കണ പോലെ അല്ലല്ലോ. മേളിലൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാക്കിയുള്ള ആൾക്കാരെ കാണിച്ചു തരാം. മാമൂസ ബോയ് നല്ല ഉറക്കാണ്. ഇനിയിപ്പോ മാമൂസിക്ക് ഗാലറി പൊളിക്കുക എന്നുള്ളതൊക്കെ തമ്പുരാനറിയാം, കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതെ അവന്റെ മാമൂസ് സെറ്റും കാര്യങ്ങളൊക്കെ സുന്ദുട്ടി സെറ്റ് ആക്കുന്നുണ്ട്. ഇതാണ് സുന്ദരി. ഇതേപോലത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ നമ്മൾ എടുത്തിരുന്നത്. പക്ഷെ നമ്മളാകെ കൊളായി പോയി. ചേച്ചി നല്ല സുന്ദരിയായിട്ട് മാറുന്നത് ഗൈസ്. കുഴപ്പമൊന്നുമില്ല, എൻ്റെ അത്ര ഗ്ലാമർ ഒന്നുമില്ല. കമ്മലിട്ടിട്ടില്ലേ? അങ്ങനെ ദേ ഇതാണ് നമ്മുടെ കുട്ടപ്പായുടെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ കുട്ടപ്പായിക്ക് ഇതാണ് നമ്മൾ സെറ്റാക്കിയേക്കണത്. നോർമൽ മാമൂസ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ, വേറെ ഡെക്കറേഷൻ ഒന്നും ഇല്ല അതിൽ. നമ്മുടെ കുട്ടപ്പായനെ മാമൂസയ്ക്കുള്ള മാറ്റിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ദേ നല്ല ഉറക്ക ചെക്കൻ കുഞ്ചൂസ് സുന്ദുട്ടി ജെയിംസോട്ടെ കുളിക്കണല്ലോ കേട്ടോ. ഇന്ന് അലക്കാണ് ഇവിടെ. 2 മണിക്കാണ് നമുക്ക് തൃശ്ശൂർ എത്തണം. നമ്മളിപ്പോ എറണാകുളത്താണ്. പാലൂര് പള്ളിയിൽ വെച്ചിട്ടാണ് മാമൂസും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ചെക്കനെ മാറ്റിക്കാണ് കേട്ടോ. അങ്ങനെ അതെ, അവ ഇപ്പം നല്ല ഉറക്കമാണ്. ഇനി അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഇഷ്ടം പോലെ കുട്ടികളുണ്ട് മാമൂദിസം മുങ്ങാനായിട്ട്. അപ്പം പോരാത്തതിന് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ആകെ തിക്കും തിരക്ക് തൃശ്ശൂർ വിളക്കായിരിക്കും. അപ്പോൾ അവനതേ മാറ്റിച്ച് നമ്മളിതേ ശടപടയേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാം കേട്ടോ.
അപ്പോൾ അതെ ജെയിംസിയുടെ ഷടപടയെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ജെയിംസിൻ്റെ ഡ്രസ്സ് മാറിയിട്ടില്ല, അവിടെ എത്തിയിട്ട് മാറാമെന്ന് പറഞ്ഞേക്കണം. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഡിജോ നല്ല സുന്ദരനായിട്ട് നല്ല ജുബ്ബയൊക്കെ ഇട്ട് നല്ല മുണ്ടൊക്കെ എടുത്ത് അച്ചായ ലുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം 2 മണിക്കാണ് മാമോദിസ. നമ്മൾ ഈ ബ്ലോക്കൊക്കെ താണ്ടി എപ്പോൾ എത്തുന്നു നമുക്കൊരു ഊഹമില്ല. നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഹെവി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഹെവി ബ്ലോക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നേരെ കയ്യിൽ പിടിച്ചിട്ടാണ് പോണേ കേട്ടോ. പിന്നെ ഡിജോ നല്ല സ്റ്റൈലായിട്ട് അച്ചായൻ ലുക്കിലായിട്ടുണ്ട്. ഞാനും അത്യാവശ്യം കുഴപ്പത്തെ ഗ്ലാമറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ എത്തുമെന്നാണ് ഇപ്പൊ നമ്മുടെ പ്രശ്നം കേട്ടോ. ബ്ലോക്ക് ഞാൻ പറയാൻ തന്നെ അറിയാലോ. നമ്മൾ അട്ടപ്പള്ളി കഴിയണുള്ളൂ. സിഗ്നലാണെങ്കിൽ വീഴുന്നില്ല. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിടിച്ച റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരാപ്പുഴ പറവൂര് റൂട്ടാണ്. നമ്മുടെ ആലുവ അങ്കമാലി റൂട്ട് നമ്മൾ പിടിച്ചില്ല, കാരണം നല്ല ബ്ലോക്ക് ആയിരിക്കും. പിന്നെ തൃശ്ശൂർ ടച്ച് ചെയ്തിട്ട് വേണം നമുക്ക് പിന്നെ പാലൂർക്ക് എത്തണമെങ്കിൽ. ഇതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കയറാം പാലൂർക്ക്. അപ്പം നമ്മുടെ തൊട്ട് മുന്നിൽ ജെയിംസ് ഏട്ടൻ്റെ ടീമും പോകുന്നുണ്ട്. അപ്പം ഞാനും ഡിജോനും മഞ്ഞക്കിളിയിലാണ്. അങ്ങനെ ഞങ്ങൾ പറപ്പിച്ച് വിടുന്നുണ്ട്, കാരണം അവരെത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് എത്തണം. പക്ഷെ ഞങ്ങളങ്ങനെ എത്തില്ല, അത് 100% ഉറപ്പുള്ള കേസാണ്. തല തൊട്ടമ്മയും തല തൊട്ടപ്പനും ഞങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ചേസ് ചെയ്തിട്ടാണ് പോകണേ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധം നമ്മൾ പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട്. മാധ്യസ്ഥം തോമാസ് ലീഗയോട് അപേക്ഷിച്ചുകൊണ്ട് ആ പുണ്യഭൂമതിയിലേക്ക് മാതാപിതാക്കൾക്ക് ആശ സ്വീകരിച്ച സംഗീതവസി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആത്മീയാനന്ദത്തിന്റെ വിശ്വാസത്തിന്റെ അടയാളമായി സംഗീതവസി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജീവിതപ്പെടുന്നു. അവരവരുടെ സ്ഥാനങ്ങളിൽ ഓരോരുത്തരാകുക. മറ്റുള്ളവരെല്ലാവരും ഭക്തിപൂർവ്വം തിരുക്കർമ്മങ്ങളിലെ പങ്കുചേരുക. ശാന്തരായി ഈ തിരുക്കർമ്മങ്ങളിലെ ഭക്തിപൂർവ്വം പങ്കുചേരുക. വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. തോമാസ് ലീഗ സ്ഥാപിച്ച കൽക്കുരിശിന്റെ അരികില് ഉള്ള ആ കുരിശില് തിരി തെളിയിച്ചതിന് ശേഷമാണ് അങ്ങനെ ജോവാക്കിം ജെയിംസിൻ്റെ മാമുദിസ കഴിഞ്ഞു. അങ്ങനെ കുട്ടപ്പായി ഒഫീഷ്യലി നസ്രാണി ചെക്കനായി. അപ്പോൾ ഇവൻ്റെ പേരോ കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിച്ചതല്ല, വർഷങ്ങൾക്ക് മുന്നേ മമ്മി തീരുമാനിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ ജോവാക്കിം എന്നുള്ള പേരേ തന്നെ ഞങ്ങൾ അപ്പോഴാണ് കേൾക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് തീരുമാനിച്ച് വെച്ചിട്ടുള്ളതാണ്, ഒരു ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് പാലൂർ വെച്ച് നടത്തണം, ജോവാക്കിം എന്ന് പേരിടണം എന്നുള്ളത്. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, ചേച്ചിക്കും ഉണ്ടായത് 2 പെൺകുട്ടികളാണ്. അപ്പോൾ മൂന്നാമത് ഒരു വിശേഷം നോക്കുന്നുണ്ടെങ്കിൽ ആൺകുട്ടി ആവാനായിട്ട് മമ്മി ഇരുന്ന്
കൊന്തെത്തിക്കില്ലായിരുന്നു. കാരണം എല്ലാവരുടെ ഈ പറച്ചിൽ കേട്ടിട്ടേ നമുക്ക് നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓ 2 പെൺകുട്ടികളല്ലേ, ഒരെണ്ണം ആൺകുട്ടി ഉണ്ടാവട്ടെ, 2 പെൺകുട്ടികളല്ലേ, ഒരു ആൺകുട്ടി വേണ്ടേ എന്നുള്ള ഒരു ഡയലോഗുകളാണ് ഈ ചുറ്റുള്ള ആൾക്കാർ. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ദൈവം തമ്പുരാൻ നമുക്ക് എന്തോ തന്നു. അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കും. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ചുറ്റുള്ള ആൾക്കാർ പക്ഷെ അങ്ങനെയൊന്നുമല്ല. അവർക്കിങ്ങനെ ആൺകുട്ടി വേണം പെൺകുട്ടി വേണം എന്നൊക്കെയുള്ളൊരു കടുംപിടുത്തക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞതേ നമ്മൾ കൽവിളക്കിൽ തിരി തെളിയിച്ചു. അങ്ങനെ നമ്മുടെ പപ്പയുടെ പേരാണ് അവന് ഇട്ടേക്കുന്നത്, തമ്പി ദേവസ്യ എന്നാണ് പേര്. അങ്ങനെ ദേ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് വന്നു. ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടുത്തെ കഴിഞ്ഞ് ഇവിടെ നൈസായിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങും മെഴുതിരി കത്തിക്കലും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ഫങ്ഷൻ അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ തുടങ്ങുകയാണ്. അപ്പോൾ കുഞ്ചൂസാണ് നമ്മുടെ ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാ. Hello everybody, I am Jonas. I am here to welcome you all for my little brother's baptism ceremony. He is here. His name is Joachim Gibbs. The meaning of Joachim Gibbs is Devam Uyatede. He is 5 months old. We call him Kuttabay. Again, thank you for coming. God bless you. ആണതേ കുഞ്ചൂസിൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ, ഫാമിലി ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് തിരി തെളിയിക്കലും അതുപോലെ തന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ മുക്കാഭാഗമല്ല ഫുള്ളും വീഡിയോ എടുത്തേക്കണത് എളിയാണ് കേട്ടോ. കാരണം ഞാനവിടെ എൻഗേജ്ഡ് ആയ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നീ ഒന്ന് വീഡിയോ എടുത്തോളോട്ടറാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ. അപ്പം ഫുഡിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ അങ്ങനെ പറ്റിയില്ല. കാരണം ഞാനും വിട്ടുപോയി അവനും വിട്ടുപോയി. പിന്നെ ഈ പരിപാടി എങ്ങനെയും കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു ഇതായിപ്പോയി. കാരണം പെട്ടെന്ന് റിലേ പോയി. അപ്പോൾ ദേ കുഞ്ചൂസിൻ്റെ ഡാൻസോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ. ആദ്യം കിട്ടി, എനിക്ക് പിടിച്ചിട്ട് കാര്യമില്ല.